2009 പോലീസുകാർ അയാളെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്ക് ചുരുങ്ങിയത് 20 സ്ത്രീകളെങ്കിലും അയാൾ കാരണം കൊല ചെയ്യപ്പെട്ടിരുന്നു. എല്ലാം വളരെ കൃത്യമായി വ്യക്തമായ പ്ലാനുകളോട് കൂടെ തന്നെ ചെയ്തത്. ഓരോ സ്ത്രീകളെയും ഉപയോഗിച്ച ശേഷം സയനൈഡ് നൽകി അയാൾ കൊന്നുകളയുമായിരുന്നു. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇന്ത്യയിൽ ഭയാനകമായ ഒരു സീരിയൽ കില്ലിംഗ് തന്നെ നടത്തിയ കുപ്രസിദ്ധനായ സയനൈഡ് മോഹൻ്റെ യഥാർത്ഥ കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലിബിയ. കളങ്കാവൽ എന്ന സിനിമ പുറത്തിറങ്ങിയതോട് കൂടിയിട്ടാണ് സയനൈഡ് മോഹൻ എന്ന വ്യക്തിയെക്കുറിച്ച് വീണ്ടും എല്ലാവരും ഒരുപോലെ തന്നെ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. ഓൾറെഡി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇയാളുടെ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത സീരീസുകളും ഡോക്യുമെൻ്ററികളും ഒക്കെ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സയനൈഡ് മോഹൻ്റെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അധ്യാപകനായിരുന്ന അയാൾ എങ്ങനെയാണ് ഇത്രയും വലിയ സീരിയൽ കില്ലറായി മാറിയത് എന്ന് പറയുന്നതിന് മുമ്പ് ഈ കളങ്കാവൽ എന്ന പദത്തെക്കുറിച്ച്, അതും സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചെറിയ രീതിയിലൊന്ന് പരാമർശിച്ചു പോകാം. തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ കളങ്കാവൽ എന്ന് പറയുന്ന അനുഷ്ഠാന കലാരൂപം അരങ്ങേറുന്നത്. നമ്മുടെ വടക്കൻ മലബാറിലുള്ള തെയ്യത്തോടൊക്കെ സാമ്യമുള്ള രീതിയിലുള്ള ഒരു കലാരൂപം തന്നെയാണത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഇതിവൃത്തത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകളെയെല്ലാം വലിയ തോതിൽ തന്നെ വെറുത്തിരുന്ന അസുരനായ ദാരികനെ കൊല്ലാൻ വേണ്ടി ഭദ്രകാളി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ദാരികനെ അന്വേഷിച്ച് തേടിപ്പിടിച്ച് ഏറ്റവും അവസാനം വധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ കളങ്കാവൽ എന്ന് പറയുന്ന കലാരൂപത്തിൻ്റെ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത്. ഇനി സിനിമയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴും ഒരുപാടധികം സാമ്യതകൾ ഈ കഥയുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ടുപോയിട്ടുള്ളതായിട്ട് തീർച്ചയായിട്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരള കർണാടക അതിർത്തിയിൽ, കൂടുതലായി കർണാടകയിൽ ഒരുപാടധികം സ്ത്രീകളെ കാണാതാവുകയാണ്. അതും കൂടുതലായി നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ വ്യത്യസ്ത പട്ടണങ്ങളിലായിട്ട് വ്യത്യസ്ത അധികാര പരിധികളിലായിട്ടാണ് ഈ സംഭവം അരങ്ങേറുന്നത്. മാത്രവുമല്ല ചില ബസ് സ്റ്റാൻഡുകളുടെ ടോയ്ലറ്റുകളിൽ നിന്ന്, ലോഡ്ജുകളിൽ നിന്ന്, ചില പൊതുസ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഇത്തരത്തിൽ കാണാതായിട്ടുള്ള പല സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കൂടെ കണ്ടെടുക്കുകയാണ്. ആദ്യഘട്ട പ്രാഥമിക പരിശോധനകളിൽ, പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ പോലും കാര്യമായ അസ്വാഭാവികതകളൊന്നും തന്നെ ഇതിൽ കണ്ടെത്താൻ കൂടെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയും ഇതേ ഒരു പ്രവൃത്തി വർഷങ്ങളോളം അങ്ങനെ തുടർന്നു പോകുന്നുണ്ട്. 2003 മുതൽ 2009 വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഒരുപാടധികം സ്ത്രീകളെ കാണാതാവുകയും പലരുടെയും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവയൊക്കെ തന്നെയും വ്യത്യസ്ത പട്ടണങ്ങളിലും അധികാര പരിധികളിലും ഒക്കെ ആയിരുന്നു എന്ന കാരണം കൊണ്ട് ഇതിനെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ത്രെട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിലേക്ക് ഒരിക്കലും അധികാരികൾക്ക്, പോലീസുകാർക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് ഈ കേസുകളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ എല്ലാ കേസുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നൊരു കാര്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ സ്ത്രീകളെയെല്ലാം തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ളത് സയനൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നും പോലീസുകാർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആരാണോ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പുറകിലുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഏറ്റവും അവസാനം അവർക്ക് ചെന്നെത്താൻ സാധിക്കുന്നത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിട്ടുള്ള മോഹൻകുമാർ വിവേകാനന്ദ് എന്ന വ്യക്തിയിലേക്കാണ്. എങ്ങനെയാണ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന കുപ്രസിദ്ധനായ സയനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറായി മാറിയത്? വർഷം 1963 ദക്ഷിണ കന്നഡയിലെ കന്യാന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മോഹൻകുമാർ ജനിക്കുന്നത്. ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം. അച്ഛനും അമ്മയും ഒക്കെ കൂലിപ്പണിക്കാരാണ്. അതുകൊണ്ടൊക്കെ തന്നെയും വ്യത്യസ്ത രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ഒക്കെ തന്നെയായിരുന്നു മോഹൻ്റെയും ജീവിതം മുന്നോട്ടേക്ക് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 60കളിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങൾക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയും കുട്ടികളൊക്കെ കുറച്ചു കാലം മാത്രം പഠനം നടത്തി പാടത്തേക്ക് ഇറങ്ങുന്ന, പണിക്കിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ആ കാലഘട്ടങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ മോഹൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെയും ഒക്കെ കാര്യം തീർത്തും വ്യത്യസ്തമായിരുന്നു. ഈ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് മോഹൻ നന്നായി പഠിക്കുന്നുണ്ട്. പഠനശേഷം അയാൾ ഒരു അധ്യാപകനായിട്ട് മാറുന്നുണ്ട്. അയാളുടെ നാട്ടിലൊക്കെ തന്നെയും നോക്കുകയാണെങ്കിൽ അസാമാന്യമായിട്ടുള്ള ഒരു കാര്യമാണ് മോഹൻ എന്ന വ്യക്തി ചെയ്തിട്ടുള്ളത്. തൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളെയും മറികടന്നുകൊണ്ട് നന്നായി പഠിച്ച് നല്ലൊരു ജോലി അയാൾക്ക് നേടാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയും ഒരു ഐക്കണായിട്ട്, ഒരു മോഡലായിട്ട് പോലും അയാളെ അന്ന് പല ആളുകളും ചൂണ്ടിക്കാണിച്ചിരുന്നു.
വർഷങ്ങൾ അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. മോഹൻകുമാർ 2 വിവാഹങ്ങൾ കഴിക്കുന്നുണ്ട്. ഈ 2 വിവാഹങ്ങളിലും നല്ലൊരു ഭർത്താവായി, നല്ല അച്ഛനായി, നല്ല രീതിയിൽ തന്നെ ആ കുടുംബജീവിതം അയാൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ സഹപ്രവർത്തകർക്കിടയിലും പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലുമൊക്കെ നല്ലൊരു അധ്യാപകനായിട്ടും അയാൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ അയാളുടെ ഈ മാന്യതയുടെ മുഖംമൂടിക്ക് പുറകിൽ മറ്റൊരു കറുത്ത മുഖം ഉണ്ടായിരുന്നു. ഈ കൊലപാതക പരമ്പരയിലേക്ക് മോഹൻ കടക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു പ്രണയം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അയാൾ അവിടെ ചെയ്തൊരു കാര്യം ആ സ്ത്രീയെ പാലത്തിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്നതായിരുന്നു. ഇതിനടിസ്ഥാനത്തിൽ തന്നെ അന്ന് മോഹൻകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ജയിലിൽ അടക്കപ്പെടുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മോഹൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായി മാറിയത് ഈ ജയിൽവാസമായിരുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ജയിലിൽ വെച്ചുകൊണ്ട് സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ മോഹൻ പരിചയപ്പെടുന്നുണ്ട്. അയാളിൽ നിന്ന് വ്യത്യസ്ത വിഷങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ കൂടുതലായിട്ട് മോഹന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സയനൈഡിനെ കുറിച്ച്. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ ഓക്സിജൻ ഉപയോഗിക്കുന്നത് തടയാൻ ശേഷിയുള്ള സയനൈഡ് എന്ന മാരകമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഇവിടെ നിന്നാണ് കൃത്യമായ രീതിയിൽ മോഹൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് അയാളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാര്യമായ തെളിവുകളില്ല എന്നൊരു കാര്യം കൊണ്ട് തന്നെ ഈ പാലത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ കേസിൽ മോഹനെ പോലീസുകാർ വെറുതെ വിടുകയാണ്. എന്നാൽ പുറത്തിറങ്ങിയതിനു ശേഷം അയാൾ ആദ്യം തന്നെ ചെയ്തൊരു കാര്യം കൂടുതലായിട്ട് സയനൈഡിനെ കുറിച്ച് ഗവേഷണം ചെയ്യുക എന്നതായിരുന്നു. അതിനുവേണ്ടി സയനൈഡ് മേടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഒരു സ്വർണ്ണപ്പണിക്കാരൻ എന്ന രീതിയിൽ അയാൾ വേഷം മാറുന്നുണ്ട്. നമുക്കറിയാം സ്വർണത്തിൻ്റെയും മറ്റുമൊക്കെ നിർമ്മിതിയുടെ ഭാഗമായിട്ട് സയനൈഡ് ഉപയോഗിക്കുന്നുണ്ട്. സ്വർണ്ണപ്പണിക്കാരൊക്കെ തന്നെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു രൂപമാറ്റം, ഒരു ഭാവമാറ്റം വരുത്തി ഒരു ആൾമാറാട്ടം നടത്തി അയാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സയനൈഡിനെ കുറിച്ച് മനസ്സിലാക്കുകയും സയനൈഡ് മേടിക്കാൻ ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് മോഹൻ തൻ്റെ ഇരകളെ തേടി ഇറങ്ങുകയാണ്. അവിടെയും അയാളുടെ പാറ്റേൺ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 22-നും 35-നും ഇടയിൽ പ്രായമുള്ള, സാമ്പത്തികമായിട്ട് ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെയാണ് അയാൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ പാചകക്കാർ, വീട്ടുജോലികൾ ചെയ്യുന്നവർ, ജോലികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഇയാൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വ്യത്യസ്ത നാമങ്ങളിലാണ് ഈ ഓരോ സ്ത്രീകളെയും ഇയാൾ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടോ അല്ലെങ്കിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടൊക്കെയാണ് ഇയാൾ പലപ്പോഴും ഈ സ്ത്രീകളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാൾ ഇവരോടൊക്കെ തന്നെയും പറഞ്ഞിരുന്നൊരു കാര്യം, നിങ്ങളെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം എന്നതായിരുന്നു. പക്ഷേ അതിൽ ഒരു ഹൈലൈറ്റ് കൂടെയുണ്ട്, സ്ത്രീധനമില്ലാതെ നിങ്ങളെ വിവാഹം ചെയ്യാമെന്നൊരു കാര്യമാണ് ഇയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയും ഈ സ്ത്രീകളുടെ മനസ്സിൽ ഇയാൾക്കൊരു ജെന്റിൽമാൻ ഇമേജ് കൂടെ നൽകുന്നുണ്ട്. നമ്മളിവിടെ ഈ സ്ത്രീകളുടെ പക്ഷത്ത് നിന്നൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ്. ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഓരോ ദിവസവും അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാടധികം സ്ട്രഗിൾസ് അവർക്ക് ഉണ്ട്. മാത്രവുമല്ല ഈ വിവാഹം എന്ന് പറയുന്ന കാര്യത്തിൽ സൊസൈറ്റിയിൽ നിന്നുള്ള വലിയ പ്രഷർ ഇവർക്ക് മുകളിലുണ്ട്. അങ്ങനെ എല്ലാ ആംഗിളിൽ നിന്നും ഈ സ്ത്രീകൾ ചിന്തിക്കുന്ന അവസരത്തിൽ ഇവർക്ക് കിട്ടുന്ന ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു നല്ല അവസരം തന്നെയായിരുന്നു മോഹൻകുമാർ എന്ന വ്യക്തി. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ സ്ത്രീകളെല്ലാം തന്നെ അയാളിൽ വലിയ തോതിൽ ആകൃഷ്ടരായി മാറിയത്. ഇനി എങ്ങനെയാണ് മോഹൻ ഓരോ സ്ത്രീകളെയും തൻ്റെ വലയിലാക്കിയിരുന്നത്, എങ്ങനെയാണ് ഏറ്റവും അവസാനം അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടിരുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമൊക്കെ ഇയാൾ സംസാരിച്ച് ഒരു ബന്ധം സ്ഥാപിച്ച് നിരന്തരമായിട്ട് ഫോണിൽ വിളിച്ച് ഇവരുമായിട്ട് വലിയ തോതിൽ തന്നെ അടുപ്പത്തിലാകുന്നുണ്ട്. പിന്നീടാണ് വിവാഹ വാഗ്ദാനവും മറ്റുമൊക്കെ നൽകുന്നുണ്ട്. സ്ത്രീധനം ഒന്നും വേണ്ട എന്ന രീതിയിൽ അവകാശപ്പെടുന്നുണ്ട്, അയാൾ അറിയിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇയാൾ ചെയ്യുന്നൊരു കാര്യം, വീട്ടിലോ മറ്റോ ഒന്നും അറിയിക്കാതെ നമുക്ക് ഒളിച്ചോടാം എന്നൊരു കാര്യം ഈ സ്ത്രീകളോട് പറയുക, അവരതിന് സമ്മതിപ്പിക്കുക എന്നതാണ്. ഇത്തരത്തിലാണ് ഈ സ്ത്രീകളെ എല്ലാം തന്നെ ഇയാൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കറങ്ങി നടക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയങ്ങളിലൊക്കെ തന്നെയും ഇയാൾക്ക് 2 കുടുംബങ്ങളുണ്ട്, 2 ഭാര്യമാരുണ്ട്, അതിൽ കുട്ടികളും മറ്റുമൊക്കെ ആയിട്ട് ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടെയും ഈ സമയത്താണ് ഇയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്ത പട്ടണങ്ങളിലും മറ്റുമൊക്കെ കറങ്ങി നടന്നതിന് ശേഷം അവിടെയുള്ള ബസ് സ്റ്റാൻഡുകളോട് ചേർന്നിട്ടുള്ള ലോഡ്ജുകളിലും മറ്റുമൊക്കെ മുറിയെടുത്തുകൊണ്ട് ഈ സ്ത്രീകളൊക്കെ തന്നെയും ലൈംഗികപരമായിട്ടൊക്കെ തന്നെയും അയാൾ ഉപയോഗിക്കുന്നുണ്ട്. അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം അയാൾ നേടിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് അയാൾ ചെയ്യുന്നൊരു കാര്യം, ഇവർക്ക് ഓരോ ഗുളികകൾ നൽകുക എന്നതാണ്. ഈ ഗർഭനിരോധന ഗുളികകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗുളികകളൊക്കെ തന്നെ ഇയാൾ നൽകുന്നത്. ഇയാളിൽ വലിയ തോതിൽ തന്നെ വിശ്വാസമുള്ള ഈ സ്ത്രീകളൊക്കെ തന്നെയും ആ ഗുളികകൾ ഇയാൾ പറയുന്നത് കേട്ട് അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യും. ഇവിടെ സങ്കടകരമായിട്ടുള്ള വസ്തുത,
ആ ഗുളികകളൊക്കെ തന്നെയും സയനൈഡുകളായിരുന്നു എന്നതാണ്. മാത്രമല്ല ചുമ്മാ ലോഡ്ജിൽ എല്ലാവരെയും ഒരേ രീതിയിൽ കൊല്ലുക എന്നതിനപ്പുറത്തേക്ക് ഇയാൾ ചെയ്തിരുന്നൊരു കാര്യം, ബസ് സ്റ്റാൻഡുകളോട് ചേർന്നിട്ടുള്ള പൊതു ശൗചാലയങ്ങളിൽ പബ്ലിക് ടോയ്ലറ്റ്സിൽ പോയിരുന്നിട്ട് ഈ ഗുളിക കഴിച്ചാൽ മതി എന്ന രീതിയിൽ സ്ത്രീകളോട് പറയുകയും അവരെ നിർബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിൽ ഈ സ്ത്രീകൾ ടോയ്ലറ്റിലേക്ക് കയറി പോകുന്ന അവസരത്തിൽ ഇയാൾ പുറത്ത് കാവൽ നിൽക്കുകയും ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷം, ഈ സയനൈഡ് കഴിച്ചതിന് ശേഷം ഈ സ്ത്രീകളൊക്കെ തന്നെയും മരണപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഇവരുടെ ആഭരണങ്ങളും ഇവരുടെ മൊബൈൽ ഫോണും ഒക്കെ തന്നെ കവർന്ന് ഇയാൾ അവിടെ നിന്നും സ്ഥലം വിടും. അതിനുശേഷം മറ്റൊരു പട്ടണത്തിൽ മറ്റൊരു പേരിൽ ഇയാൾ പിന്നെ തൻ്റെ അടുത്ത ഇരയെ തേടിയിറങ്ങും. ഇവിടെയൊക്കെ തന്നെയും ഇയാൾ ചെയ്തിരുന്ന മറ്റൊരു കാര്യം, ഓരോ തവണയും ഇയാൾ എടുക്കുന്ന ഇരയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അടുത്തൊരു ഇരയെ നിരന്തരമായിട്ട് ഇയാൾ ഫോണിൽ വിളിക്കുന്നത്, ബന്ധപ്പെടുന്നത്. ഇത്തരത്തിൽ 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി സ്ത്രീകളാണ് ഇയാളുടെ വഞ്ചനയിൽ പെട്ടുകൊണ്ട് മരണത്തിന് കീഴടങ്ങേണ്ടതായി വന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ പുത്തൂരിൽ നിന്നുള്ള 28 വയസ്സുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ നിനക്കുള്ള വിവാഹത്തിനുള്ള സ്വർണം പോലും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. അതിനുശേഷം ബസ്സിൽ വെച്ചുകൊണ്ട് ഇയാൾ സയനൈഡ് ഈ സ്ത്രീക്ക് കൈമാറുന്നുണ്ട്. മാത്രമല്ല സുള്ളിയിൽ നിന്ന് 18 വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിയെയും ഇതുപോലെ തന്നെ ഇയാൾ പറഞ്ഞു മയക്കിയെടുത്ത് ഏറ്റവും അവസാനം സയനൈഡ് നൽകി കൊല ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെയധികം തന്ത്രപരമായി വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയായിരുന്നു മോഹൻ എന്ന വ്യക്തി ഓരോ കൊലപാതകങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയധികം കൊലപാതകങ്ങൾ ചെയ്തിട്ടും 20ഓളം സ്ത്രീകൾ അതിക്രൂരമായി നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടും എന്തുകൊണ്ട് ഇയാളെ പോലീസുകാർക്ക് പിടികൂടാൻ സാധിച്ചില്ല? ഏറ്റവും ഒടുവിൽ ഇയാളെ പിടികൂടാൻ തന്നെ എന്തുകൊണ്ട് ഒരുപാടധികം വർഷങ്ങൾ സമയമെടുത്തു എന്നതായിരിക്കും. ഈ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ച കാര്യമാണ്, വ്യത്യസ്ത സ്ഥലങ്ങളിലായി, വ്യത്യസ്ത പട്ടണങ്ങളിലായി, വ്യത്യസ്ത അധികാര പരിധികളിലായിട്ടാണ് ഇയാൾ തൻ്റെ ഈ ഒരു ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നത്, കൊലപാതകങ്ങൾ, ഈ സീരിയൽ കില്ലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയും ആ ഓരോ സ്ഥലങ്ങളെ സംബന്ധിച്ചും ഇതൊക്കെ തന്നെയും ഓരോ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇവിടെ ഒരു സീരിയൽ കില്ലിംഗ് നടക്കുന്നുണ്ട് എന്നൊരു ചിന്തയിലേക്ക് അധികാരികൾ പോലും എത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എത്താൻ തന്നെ ഒരുപാടധികം സമയം എടുക്കേണ്ടി വന്നു. ഇന്റേണലി പല ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലുള്ള ധാരണയൊക്കെ തന്നെയാണ് ഇതിന് ഒരുപാടധികം സമയമെടുക്കാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, സാമ്പത്തികമായിട്ട് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്കം നിന്നിട്ടുണ്ടായിരുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെയാണ് ഇയാൾ ഒളിച്ചോടാൻ പ്രേരിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മകൾ ഇത്തരത്തിൽ ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് തന്നെ വലിയ അപമാനമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു കേസ് എന്ന രീതിയിലൊക്കെ മുന്നോട്ടേക്ക് പോവുക എന്ന കാര്യത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ കുടുംബങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. സാമൂഹികപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒരുപോലെ തന്നെ പിന്നോട്ടേക്ക് വലിക്കുന്ന വ്യത്യസ്ത ഘടകങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ തന്നെയാണ് മോഹൻ ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്തത് എന്നതാണ്. വ്യത്യസ്ത പേരുകൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ, നിരന്തരമായിട്ട് അയാൾ യാത്രകൾ ചെയ്യുന്നുണ്ട്, ഫോൺ നമ്പർ അയാൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്തു എന്നൊരു കാര്യം കൊണ്ട് പെട്ടെന്ന് തന്നെ അയാളിൽ ഒരു പാറ്റേൺ കണ്ടെത്താനും അയാളിലേക്ക് എത്താനും ഒക്കെ പോലീസുകാർക്ക് കഴിയാതെ പോയി. എങ്കിൽ കൂടെയും 2009 തുടക്കം എത്തുമ്പോഴേക്ക് ഈ കൊലപാതകങ്ങളിലൊക്കെ തന്നെയും ഒരു ബന്ധമുണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഒരൊറ്റ വ്യക്തി തന്നെയാണ് ഈ സീരിയൽ കില്ലിംഗ് നടത്തിയിട്ടുള്ളത്. ഇവിടെ നടക്കുന്നത് ഒരു സീരിയൽ കില്ലിംഗ് തന്നെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ അനിത എന്ന് പറയുന്ന 22 വയസ്സുകാരിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചിറങ്ങുമ്പോൾ അവരുടെ ഫോൺ കോളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവരുടെ ഫോണിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതുപോലെ തന്നെ കാണാതായിട്ടുള്ള, കൊല ചെയ്യപ്പെട്ടുള്ള മറ്റൊരു സ്ത്രീയുടെ നമ്പറിലേക്ക് നിരന്തരമായിട്ട് അനിതയുടെ ഫോൺ നമ്പറിൽ നിന്ന് കോളുകൾ പോയിട്ടുണ്ടായിരുന്നു എന്നൊരു കാര്യമാണ്. പോലീസുകാർ ആ ഫോൺ നമ്പറുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഫോൺ കോളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോഴാണ് കൃത്യമായ രീതിയിൽ ഈ കേസുകളുടെ എല്ലാം തന്നെ ചുരുളഴിയുന്നത്. ഈ ഫോണുകൾ അന്വേഷിച്ച് ഏറ്റവും അവസാനം പോലീസുകാർ എത്തിച്ചേരുന്നത് ധാരാലക്കട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. അവിടെ പോലീസുകാർ ചെല്ലുമ്പോൾ ഒരു ചെറിയ കുട്ടി എഴുന്നിട്ട് ഒരു മൊബൈൽ ഫോണിൽ കളിക്കുന്ന കാഴ്ചയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. പോലീസുകാർ മൊബൈൽ ഫോൺ മേടിച്ച് ഇത് നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരോട് ആ കുട്ടി മറുപടി പറയുന്നത്, ഇത് എൻ്റെ മാമൻ മോഹൻകുമാർ തന്നതാണ് എന്നൊരു കാര്യമായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പോലീസുകാർ മോഹൻകുമാർ വിവേകാനന്ദ എന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നത്.
പോലീസുകാർ അയാളെ പിടികൂടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് തൻ്റെ അടുത്തൊരു ഇരയുടെ പുറകെയായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടെയും 2009 ഒക്ടോബർ 21 മാംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് തന്ത്രപരമായ രീതിയിൽ തന്നെ പോലീസുകാർ മോഹൻകുമാറിനെ, സയനൈഡ് മോഹൻ എന്ന സീരിയൽ കില്ലറെ പിടികൂടുകയാണ്. പക്ഷേ പോലീസുകാർ അയാളെ പിടികൂടുമ്പോഴേക്ക് അനിത ഉൾപ്പെടെ 20ഓളം സ്ത്രീകളെ അയാൾ സയനൈഡ് നൽകി കൊല ചെയ്തിരുന്നു. പലപ്പോഴും ഈ സ്ത്രീകളുടെ അവസ്ഥകളെ മുതലെടുത്ത് വിശ്വാസം നൽകിയുള്ള ഒരു ചൂഷണം, ഒരു വഞ്ചന തന്നെയാണ് മോഹൻകുമാർ എന്ന സയനൈഡ് മോഹൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം വഞ്ചനകൾ ഇതേ ഒരു പാറ്റേണിൽ തന്നെ, മരണത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ കൂടെയും ഇതേ ഒരു പാറ്റേണിലുള്ള വഞ്ചനകൾ ഒരുപാട് നടക്കുന്നതായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ കൂടെ ഈ സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ തന്നെയും അവരുടെ തലക്ക് മുകളിൽ വലിയ രീതിയിലുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള മാരേജ് പ്രഷർ കൂടെ ഉണ്ടായിരുന്നു എന്നതും തീർച്ചയായിട്ടും നമ്മൾ നോക്കി കാണേണ്ട ഒരു വസ്തുത കൂടിയാണ്. കാര്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകളിലായിട്ട് മോഹൻകുമാർ താൻ നടത്തിയിട്ടുള്ള 20 കൊലപാതകങ്ങളും അംഗീകരിക്കുകയാണ്, ഏറ്റുപറയുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് കർണാടകയിലെ ജയിലിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് മോഹൻ എന്ന സയനൈഡ് മോഹൻ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു വിഷയത്തിലേക്ക് കൂടുതലായിട്ട് കയറി ചെന്നപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരുപാടധികം നമ്മൾ ഈ 2009 കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നെങ്കിലും കൾച്ചറലി ഒരുപാട് തരത്തിലുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടെയും ഇപ്പോഴും വലിയ തോതിലുള്ള ഒരു മാരേജ് പ്രഷർ നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നൊരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാടധികം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, പല പുരുഷന്മാർക്കും ഇപ്പോൾ സ്ത്രീകളെ കിട്ടാനില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. പല സ്ത്രീകൾക്കും ഇപ്പോൾ വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യവും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോക്കുള്ള വകുപ്പുള്ളൊരു ടോപ്പിക് തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അറിയിക്കും. നമുക്ക് ഏതായാലും നോക്കിയിട്ട് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ